ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കുറേ ആയില്ല നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോസായിട്ട് വന്നിട്ട്. അപ്പോൾ തീരെ പച്ചക്കറി കഴിക്കാത്ത മക്കൾക്ക് എങ്ങനെ പച്ചക്കറി, അതായത് വെജിറ്റബിൾ അവർ ഫുഡിലേക്ക് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ അവരെ ശരീരത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ വെജിറ്റബിൾ ആയാലും അതേപോലെ തന്നെ ധാന്യങ്ങളായാലും ഒക്കെ ഒരു മിതമായ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ, നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പം അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം എൻ്റെ മക്കൾ തീരെ വെജിറ്റബിൾ എന്ന് പറഞ്ഞ സാധനം തൊടില്ല. മക്കളെന്ന് പറയാൻ വേണ്ടി ഈ പറയുന്നത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് സത്യത്തിൽ ഇപ്പം ഞാൻ നേരിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു വെജിറ്റബിളും ഞാൻ കഴിക്കില്ലായിരുന്നു. അഥവാ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന തക്കാളിയും ഉള്ളിയൊക്കെ തന്നെയാണെങ്കിൽ പോലും ഞാൻ അതൊക്കെ മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ട് എൻ്റെ മക്കളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എൻ്റെ മക്കൾ അത് വേണ്ടാന്ന് വെച്ചാലും അത് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ളത്, ഏതൊക്കെ രീതിയിൽ എത്തിക്കാം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തിട്ട് അവർ പോലും അറിയാണ്ട് എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് കണ്ടോ, ഇതെന്താ നമ്മളെ ബീട്രൂട്ട്. ഈ ബീട്രൂട്ടിൻ്റെ ഉപയോഗം ഭക്ഷണത്തിൽ എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കണ്ട, ഈ ഒരു കട്ടിങ് മെഷീനാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം ഇത് ഇത് മറ്റേ ചില സ്ക്വയർ ടൈപ്പിലൊക്കെ അരിഞ്ഞിട്ട് എന്താ തോരനൊക്കെ ആക്കി കൊടുത്താൽ മക്കൾ കഴിക്കില്ല. അതേസമയം ഞാൻ ഇത് ഇതിൽ ഈ ഒരു ചെറിയ ഈ കട്ടിങ്ങിലൂടെ എന്താ പറയുക, ഇങ്ങനെ ഒരു ചെയ്തിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഫുഡിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ചോറൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ആക്കും. അതേപോലെ മറ്റൊന്ന് ക്യാരറ്റ്. ഇതിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ക്യാരറ്റ് കഴിക്കുന്നത് വൈറ്റമിൻ സിയും അതുപോലെ നമ്മുടെ കണ്ണിനൊക്കെ അത്യാവശ്യം വേണ്ട, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ. അപ്പം ഇത് ഞാൻ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇത് എല്ലാവരും സർക്കിൾ ടൈപ്പിലാണ് അരിഞ്ഞിട്ടിടുന്നത്. പക്ഷേ അതേസമയം ഞാൻ ആക്കുന്നത് ഇതേപോലെ ഈ ഒരു ചെറിയ സ്ലൈസിൽ ചോറ് വെക്കുന്ന സമയത്ത് കുനുകുനാന്നുള്ളത് അരിഞ്ഞിട്ട് ഇടും. നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം വെച്ചാൽ എൻ്റെ ചോറ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറിലെ ചോറായിരിക്കും ഞാൻ വെക്കുന്ന സമയത്ത്. കാരണം മറ്റു ചാനലിൽ നമ്മൾ ഈ സാധാരണ ചോറിൽ ഇടുന്ന പോലെ ഇട്ടാൽ മക്കൾ അതെടുത്ത് കളഞ്ഞിട്ട് മാത്രമേ റൈസ് കഴിക്കൂ. അതേസമയം ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് അവർ ഓട്ടോമാറ്റിക് അത് കഴിച്ചു പോകും. എന്തായാലും പറക്കിയെടുത്ത് ചാടാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ. മറ്റൊന്ന് ചെറിയ ഉള്ളി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഫുഡിലൊക്കെ ആക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് എനിക്ക്. പക്ഷേ ഞാൻ ഒന്നിച്ച് മണിക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നായിട്ട് സ്റ്റോർ ചെയ്യൂട്ടോ ഫ്രിഡ്ജിൽ. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്യും. അതേപോലെ ഇത് വലിയ ജീരകം, എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ദോശയ്ക്ക് അരി അരക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഉള്ളിയും വലിയ ജീരകമൊക്കെ ഇട്ടിട്ടാണ് ദോശയ്ക്ക് അരി അരക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോസ് ചെയ്തത്. അതുപോലെ ഈത്തപ്പഴം നമ്മളെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ രക്തം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഈത്തപ്പഴം എന്ന് പറഞ്ഞ സാധനം. അപ്പം ഇത് ഡെയിലി ഒരെണ്ണമെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്
നല്ലതായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങളെ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് പിന്നെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉറപ്പായിട്ട് അത് ഓട്ടോമാറ്റിക്കലി കഴിച്ചു. പിന്നെ മുട്ടയുടെ മഞ്ഞ, എൻ്റെ 2 മക്കൾ മുട്ടയുടെ മഞ്ഞ തിന്നില്ല. ശരിക്കും പറഞ്ഞാൽ മുട്ടയുടെ വെള്ളയിനേക്കാൾ കൂടുതൽ കഴിക്കേണ്ടത് മുട്ടയുടെ പിന്നെ മഞ്ഞ തന്നെയാണ് കഴിക്കുന്നത്. അതായത് അതിൻ്റെ കുറേ പേര് അതിന് വേറെ എന്തൊക്കെയോ പറയുന്നേക്കാം, പിന്നെ അതിൻ്റെ കുരുവെന്നും അങ്ങനെ എന്തൊക്കെയോ പറയുന്നേക്കാം. നമ്മളിവിടെയൊക്കെ മുട്ടയുടെ മഞ്ഞ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ മുട്ട പുഴുങ്ങിയാൽ മുട്ട 2ആയിട്ട് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞ എടുത്തിട്ട് അതിൽ കുറച്ച് പിന്നെ സ്പൈസസ് ചേർത്തിട്ട് മക്കൾക്ക് എന്താക്കും ഫ്രൈ പോലെ ആക്കിയിട്ട് കൊടുക്കും. അപ്പം അതെന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അവർ കഴിച്ചോളും. ഈ പറഞ്ഞ സവാള പോലും അവർ കഴിക്കില്ല. ഞാൻ പിന്നെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യില്ല. അല്ലാതെ ഡയറക്റ്റ് കൊടുത്താൽ എൻ്റെ 2 മക്കളും കഴിക്കില്ല. അപ്പം ഇങ്ങനെ കുറേ പിന്നെ എന്താ പറയുക വെജിറ്റബിൾ തീരെ കഴിക്കാത്ത കുറേ മക്കൾ എനിക്കറിയാം. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസൊക്കെ അധികം വാച്ച് ചെയ്യുന്നത് പിന്നെ സ്ത്രീകൾ തന്നെയാണ്, കുറച്ചെങ്കിലും അധികം വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കാണ് ഞാൻ ഈ എൻ്റെ കുറച്ച്, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.